നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉദയനക്കുറുപ്പിൻ്റെ ധീര വീര സാഹസിക കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം, അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ അനാഥത്വം, കുട്ടികളെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത്, ഇതൊന്നും തീരെ സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം അതിനൊക്കെ എതിരെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരു സംഭവമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥകൾ. ഈ കഥ പൂർത്തിയായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോരാ, ആദ്യമേ പറയാം. കാരണം അത് തുടങ്ങുകയാണ് കരിമലക്കോട്ടയിൽ ഒരു കാരണവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കോട്ടയുടെ ഉടമസ്ഥനായിട്ടുള്ളൊരു കുഞ്ഞിക്കോരൻ. ആ കുഞ്ഞിക്കോരൻ കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കരിമലക്കോട്ടയ്ക്ക് നാഥൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം കൊക്കമല കെക്കന്മലയിലെ കുഞ്ഞിമാധുവിനെയാണ് വിവാഹം ചെയ്തത്. കെക്കന്മല എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ, കുറച്ച് ദൂരെയുള്ള സമ്പന്നമായൊരു തറവാടാണ്. അവിടുത്തെ കുഞ്ഞിമാധു അതീവ സുന്ദരിയാണ്. അന്നത്തെ കാലത്തെ സ്ത്രീകളിൽ വെച്ച് വളരെ എഴുത്തും വിദ്യാഭ്യാസമൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു. ഈ കരിമലക്കോട്ടയിലെ ഗൃഹനാഥൻ ഈ കെക്കന്മലയിലെ കുഞ്ഞിമാധുവിനെ വിവാഹം ചെയ്ത് തൻ്റെ കോട്ടയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. വിവാഹമൊക്കെ കേമായിട്ട് നടന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് കൊണ്ട് കുഞ്ഞിമാധു അങ്ങനെ കരിമലക്കോട്ടയിൽ താമസിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. കുഞ്ഞിമാധു പ്രസവിച്ചത് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ്. വളരെ സന്തോഷമായി. അപ്പോൾ ഈ കെക്കന്മലയിൽ അവിടെ ഉള്ളത് ഒരു അനിയത്തിയാണ്. ആ അനിയത്തി ചെറിയ കുട്ടിയായതുകൊണ്ട് അനിയത്തിയെ കൊണ്ടുവന്നില്ല. ആങ്ങളമാർ 12 പേരുണ്ട് കുഞ്ഞിമാധുവിന്. കെക്കന്മലയിലെ നായന്മാർ എന്നാണ് അവർ പറയുക. കെക്കന്മലയിലെ ആങ്ങളമാർ അവർ 12 പേരുണ്ട്. അവരിടയ്ക്ക് വല്ലപ്പോഴും വരും, കുഞ്ഞിമാധുവിൻ്റെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിമാധു ഒന്നുകൂടെ പ്രസവിച്ചു. 2 കുട്ടികളെ പ്രസവിച്ചു. 2 കുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി തന്നെയായിരുന്നു. ആൺകുട്ടി ആയപ്പോൾ വളരെ സന്തോഷമായി. കരിമലക്കോട്ടയ്ക്ക് അധിപന്മാരായിട്ട് 2 ആൺകുട്ടികൾ കോട്ടയിൽ അങ്ങനെ വളർന്നു. കുറച്ച് നാൾ കഴിഞ്ഞു കുഞ്ഞിമാധു 3ാമതും പ്രസവിച്ചു. 3ാമത്തെ കുട്ടിയാണെങ്കിൽ അതും ആൺകുട്ടി തന്നെ. അപ്പോൾ തോന്നുന്നു ഈ കരിമലക്കോട്ടയ്ക്ക് അധിപന്മാരായിട്ട് ഇങ്ങനെ ആൺകുട്ടികളുണ്ടായി. ഇപ്പം 3 ആൺകുട്ടികൾ. വളരെ സന്തോഷകരമായൊരു ജീവിതം കരിമലക്കോട്ടയിൽ. പക്ഷേ അങ്ങനെ സുഖമായിട്ട് ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിമാധു വീണ്ടും ഗർഭിണിയായി. ഇപ്പോൾ 4ാമത്തെ ഗർഭമാണ് കേട്ടോ. കരിമലക്കോട്ടയിലെ കോട്ടയ്ക്ക് അധിപനത 4ാമതും അദ്ദേഹത്തിൻ്റെ ആ കോട്ടയിലമ്മ പ്രസവിക്കാനായിട്ട് പോവുക. അപ്പോൾ കരിമലക്കോട്ടയിലെ ഗൃഹനാഥൻ്റെ അമ്മയുണ്ട്. ഒരു ദിവസം കുഞ്ഞിമാധുവിന് ആ തവണ ഗർഭമായപ്പോൾ തൊട്ട് കുഞ്ഞിമാധുവിനൊരു വേവലാതി. താനന്ന് കല്യാണം കഴിഞ്ഞു തൻ്റെ വീട്ടിൽ 12 ആങ്ങളമാരുണ്ട് തനിക്ക്. എന്നിട്ട് ആരും വന്ന് തന്നെ കൊണ്ടുപോരുന്നില്ലല്ലോ, തന്നെ വന്ന് നോക്കുന്നത്. ദിവസങ്ങൾ കഴിയും തോറും അവരുടെ വരവൊക്കെ കുറഞ്ഞു. കാരണം അവരൊക്കെ വിവാഹം കഴിച്ച് അവരവരുടെ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. കെക്കന്മലയിലെ ആങ്ങളമാർക്ക് എല്ലാവർക്കും കുടുംബമായി, ഭാര്യയും കുട്ടികളും കാര്യങ്ങളെ. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആദ്യം വിവാഹം കഴിച്ചു കൊടുത്ത പെങ്ങളുടെ കാര്യം അന്വേഷിച്ച് പോകാൻ പറ്റില്ല. പിന്നെ അവരും പടക്കുറുപ്പന്മാരൊക്കെ തന്നെയല്ലേ. അവർക്ക് ഒരു അനിയത്തിയുണ്ട് വീട്ടിൽ, കുങ്കിയമ്മ. മൂത്ത സഹോദരിയാണ് കുഞ്ഞിമാധു അപ്പോൾ തീരുമാനിച്ചു. 4ാമത് ഗർഭിണിയായപ്പോൾ തീരുമാനിച്ചു, ഇത്തവണ ഞാൻ എന്തായാലും പ്രസവത്തിന് എൻ്റെ വീട്ടിൽ പോകും. എവിടെ? കെക്കന്മലയിൽ. 12 ആങ്ങളമാരുള്ള ഞാൻ എന്തിനാ ഈ 4ാമത്തെ പ്രസവം ഈ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണേ? അത് പറ്റില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവാം എന്നങ്ങോട്ട് തീരുമാനമെടുത്തു. ഒരു ദിവസം നേരം വെളിച്ചായി ചെന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റേതായ ചമയങ്ങളൊക്കെ അണിഞ്ഞു. കുട്ടികളെ 3 ആളെ എടുത്തു. 3ാമത്തെ കുട്ടിയായ കുഞ്ഞിക്കണ്ണനെ മാത്രം ഒക്കത്തെടുത്തു. മൂത്ത 2 ആൺകുട്ടികൾ 2 പേരും കൈ പിടിച്ച് മുമ്പേ നടത്തിക്കൊണ്ട് കുഞ്ഞിമാധു അങ്ങ് പോകാൻ തുടങ്ങി. എവിടേക്ക്? കെക്കന്മലയിൽ എൻ്റെ ആങ്ങളയുണ്ട്. കെക്കന്മലയിലെ ആങ്ങളമാരെ കാണാനായിട്ട് ഞാൻ പോവുകയാണ് എന്നുള്ള മട്ടിൽ
ഞാൻ ഇനി അവിടെ പ്രസവിക്കണം. പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. രാവിലെ തന്നെ ചെന്ന് ചമയങ്ങളണിഞ്ഞ് കരിമല കോട്ടയിലെ ഭർത്താവിൻ്റെ അമ്മയോട് ചെന്ന് പറയാണ്, കരിമല കോട്ട വാണ പെറ്റോരമ്മേ, എനിക്കെൻ്റെ വീട്ടിലും പോവാ വേണം. അതുതാനെ കേട്ടുള്ള പെറ്റോരമ്മ ഉടനെ പറഞ്ഞല്ലോ പെറ്റോരമ്മ. ഉടനെ പറഞ്ഞു, ഈ കെക്കന്മല വാണ കുഞ്ഞുമാധു, നീ കെക്കന്മലയിൽ ജീവിച്ചവളാണ്, അങ്ങനെയുള്ള കുഞ്ഞുമാധു, നീ എൻ്റെ വീട്ടിനു പോണ്ട കുഞ്ഞേ, എൻ്റെ വീട്ടിലേക്കൊന്നും നീ ഇപ്പോൾ പോകണ്ട കുട്ടി, ഈ ഗർഭിണിയായിരിക്കണു, പിന്നെ 3 കുട്ടികളുണ്ടല്ലോ, 3ഓളം പേരു നീ പെറ്റൊണ്ടിട്ട് 3 പ്രസവവും നീയെ ഇവിടെ വന്ന് പ്രസവിച്ചിട്ട് അയ്യിട്ടു ഞാൻ തന്നെ എടുത്തു കുഞ്ഞാ. അല്ലേ കുഞ്ഞുമതി, നിന്നെ 3 പ്രസവം ഞാൻ തന്നെയല്ലേ എടുത്തതും നോക്കിയതും കുട്ടികളെയൊക്കെ നോക്കിയത്, പിന്നെ എന്താ നീ 4ാമത് ഇങ്ങനെ വീട്ടിലേക്ക് പോകണമെന്ന് ശാഠ്യം പിടിക്കണേ? ഈറ്റു ഞാൻ തന്നെ എടുക്കും കുഞ്ഞാ, ഈ പ്രാവശ്യവും ഈ ഗർഭവും നീ പ്രായം തികഞ്ഞ് ദിവസം തികഞ്ഞ് മാസം തികഞ്ഞ് പ്രസവിക്കുമ്പോൾ ആ പ്രസവം ഞാൻ തന്നെ വേണ്ടതുപോലെ നോക്കുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ കുഞ്ഞുമാധുവിനാകെ വിഷമവും സങ്കടമൊക്കെ ആയി. കുഞ്ഞുമാധു ഉടനെ തന്നെ കരിമലക്കോട്ടയിലെ പെറ്റോരമ്മയോട്, കരിമലക്കോട്ട വണ പെറ്റോരമ്മേ, 12 എനിക്ക് ആങ്ങളമാര്, 12 പേരുണ്ട് അവിടെ എനിക്ക് ആങ്ങളമാരായിട്ട്. ഇപ്പം ഞാൻ അവരോട് ഇണങ്ങാഞ്ഞാൽ, ഇപ്പം ഞാൻ അവരോട് ഇണങ്ങി സ്നേഹമായിട്ട് നിന്ന് ജീവിക്കാതിരുന്ന് ഞാനിന്നു തന്നെ മരിച്ചെങ്കിലും, ചിലപ്പോൾ ഈ പ്രസവത്തോടെ ഞാനങ്ങ് മരിച്ചു പോയാലോ, എനിക്ക് അവരുടെ കൂടെ പോയി താമസിക്കണം. എൻ്റെ ഒരു മക്കളെ തന്നെയാണ്, എൻ്റെ ഈ മക്കളെയൊക്കെ പിന്നെ ആരാണ് പോറ്റുക പെറ്റോരമ്മേ? ഞാനങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയാൽ പിന്നെ എൻ്റെ മക്കളെയൊക്കെ ആരാ നോക്കുക? അതുകൊണ്ട് ഞാൻ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഞാൻ വിളിക്കാം, കെക്കന്മലയ്ക്കു ഞാൻ പോയിക്കൊണ്ടാൽ, എൻ്റെ വീട്ടിലേക്ക് കെക്കന്മലയ്ക്ക് ഞാൻ പോവുകയാണെങ്കിൽ പെറ്റൊന്നായിപ്പതു കുളിച്ചോണ്ടാൽ, പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള കുളിക്കലാണ് പ്രധാന പ്രസവ ശുശ്രൂഷ. ആ കുളിയൊക്കെ അവിടെ ഞാൻ വീടേ വരും എൻ്റെ അമ്മേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരാം, അതിനു മുമ്പ് ഞാൻ എന്തായാലും പോവുക എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് അങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ ചമയൊക്കെ എടുത്ത് കുട്ടികളെയൊക്കെ കൊണ്ട് കുഞ്ഞിമാധു കെക്കന്മലയിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് മറ്റൊരു സ്ഥലത്ത് അംഗം നയിച്ച് അങ്കപ്പയറ്റിന് പോയേക്കുമായിരുന്നു അവരുടെ ഭർത്താവ്. അപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമാധു അങ്ങനെ പോയി പല ദിവസം കൊണ്ടാണ് നടന്ന് കെക്കന്മലയിലെത്തുക. അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കയറിയ വഴിക്ക് തന്നെ ആങ്ങളമാർ ഈ 3 കുട്ടികളെയും കൊണ്ടാണ് വരണേ. ഒരു കുട്ടിയെ ഒക്കത്തെടുത്തിട്ടുണ്ട്, ആ കുട്ടിയാണ് കുഞ്ഞിക്കണ്ണൻ, കരിമലക്കോട്ടയിലെ കുഞ്ഞിക്കണ്ണൻ. അവരുടെ ചേട്ടന്മാരായിട്ട് മറ്റു 2 കുട്ടികൾ, കരിമലക്കോട്ട വണമാത്തുടത്തി. ഈ കുങ്കിയമ്മ അനിയത്തി കുങ്കിയമ്മയാണ് ആദ്യം കണ്ടത്. പടിപ്പുര കയറി കുട്ടികളെയും കൊണ്ട് മാധുവടത്തി വരിക. കരിമലക്കോട്ട വണ മാധുവടത്തി 3ഓളം മക്കളെ പെറ്റോളവും 3 കുട്ടികളെ അവിടെ പ്രസവിച്ച് പ്രാപ്തരാക്കുന്ന വരവും കെക്കന്മലയ്ക്കിങ്ങോ വന്നില്ലാലോ. കെക്കന്മലയ്ക്ക് നിങ്ങൾ ഇതുവരെ വരികയുണ്ടായില്ലല്ലോ, കല്യാണം കഴിഞ്ഞ് പോയതല്ലേ, അങ്ങനെ എവിടാടാ കൂടുന്നല്ലോ, അവിടെ ഞങ്ങൾ കൂടുകയല്ലേ ചെയ്തത്, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കെക്കന്മലയിലെ മാധു അതല്ലേ പറയുന്നത്, ഈ കുങ്കിയമ്മ അനിയത്തിയായ കുങ്കിയമ്മയും ചേട്ടത്തിയും തമ്മിൽ വളരെ സ്നേഹമായിട്ട് 3 കുട്ടികളെയും കൊണ്ട് കുഞ്ഞുമാധു ആ വീട്ടിൽ അവിടെ അങ്ങനെ താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പടിപ്പുരയിൽ ഇരുന്ന് കുങ്കിയമ്മ
രാമായണം കഥ പാടുകയാണ്. രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട്, രാമായണം വായനയുടെ ആ മധുരമായ ശബ്ദം കേട്ടിട്ട്, അങ്ങനെ പുലിനാടു വാണുള്ള തമ്പുരാനെ, പുലിനാട് വാഴുന്ന ഒരു തമ്പുരാൻ ഈ പടിപ്പുരയ്ക്ക് താഴെ കൂടെ അങ്ങ് പോയി. കൊക്കാൻമല വാഴും കുഞ്ഞുങ്കമ്മേ, കുഞ്ഞിക്കുങ്കി ഈ പാട്ട് കേട്ടിട്ട് കുഞ്ഞിക്കുങ്കിയോട് ചോദിച്ചു, രാമായണം കഥ പാടുന്നല്ലോ. രാമായണം കഥ ഇങ്ങനെ പാടുകയല്ലേ, ആ പാടുന്ന കേട്ടപ്പോൾ ആ ശബ്ദമാധുരി കൊണ്ടും അവിടെ നിന്നിങ്ങനെ കേട്ടു. അത് കഴിഞ്ഞ് പടിപ്പുരയിലേക്ക് കയറി ചെന്ന് നോക്കിയപ്പോൾ 2 സ്ത്രീകൾ അവിടെയുണ്ട്. ആ സ്ത്രീകൾ ഇരിക്കണതിൽ കുങ്കിയമ്മ വായിക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മാധുവാണ്, കുഞ്ഞിമാധുവാണ്. ഓരോ 4 വരി 5 വരിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിലത്തെ കഥയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ചേട്ടത്തി അനിയത്തിയും കൂടി രസമായിട്ട് രാമായണം വായിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുലിനാട് വാഴുന്ന തമ്പുരാൻ അതുവഴി പോയി. അപ്പോൾ വേഗം തന്നെ തമ്പുരാൻ കയറി വരണ കണ്ടപ്പോൾ കുങ്കിയമ്മ വേഗം എണീറ്റ് അകത്തേക്ക് പോയി. അകത്ത് പോയി കഴിഞ്ഞിട്ട് പൂന്തരിയ കൊണ്ടുവന്നു കുങ്കി. പൂന്തരിയ എന്ന് പറഞ്ഞാൽ പുൽപ്പായ. അന്നൊക്കെ വിശിഷ്ട അതിഥികളെ സ്വീകരിക്കുന്നതിനായിട്ട് ഭവനങ്ങളിൽ പ്രധാനമായിട്ടും കാത്തു വച്ചിരിക്കുന്നത് പുൽപ്പായ ഇട്ട് കൊടുത്ത് ഇരുത്തിയാൽ അത് വിശിഷ്ട അതിഥിയാണ്. പിന്നെ കാച്ചിയ പാല് കുടിക്കാനായിട്ട് കൊടുക്കുക, പഴങ്ങൾ കൊടുക്കുക, കുഴച്ച അവൽ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് സൽക്കാരം. വെറ്റില, തുളസി വെറ്റിലയൊക്കെ മുറുക്കാൻ കൊടുക്കുക, അടയ്ക്ക വെറ്റില, അങ്ങനത്തെ ഒരു രീതിയൊക്കെയാണ്. അപ്പോൾ വേഗം വായിക്കുന്ന പുസ്തകം അവിടെ വെച്ചിട്ട് തമ്പുരാനെ കണ്ടപ്പോൾ, പുലിനാട് വാഴുന്ന തമ്പുരാനെ കണ്ടപ്പോൾ കുങ്കിയമ്മ അകത്തേക്ക് ഓടിപ്പോയി. എന്നിട്ടോ പൂന്തരിയെ കൊണ്ടുവന്ന് പൂന്തരിയെ അങ്ങോട്ട് നിവർത്തിയിട്ടു. എന്നുവെച്ചാൽ പുൽപ്പായ നിവർത്തിയിട്ടു തമ്പുരാനെ ആചരിച്ച് ഇരുത്തി. കുഞ്ഞുമാധു അപ്പോഴേക്കും ഗർഭിണിയായ കുഞ്ഞുമാധു, ഗർഭം തികഞ്ഞ പ്രസവിക്കാറായിരിക്കണം കുഞ്ഞുമാധു. ആ കുഞ്ഞുമാധു തമ്പുരാനെ ആചരിച്ചിരുത്തി. അപ്പോഴത്തേക്കും പൂവമ്പഴവും കാച്ചിയ പാലും കൊണ്ടുവന്ന് സൽക്കരിച്ചു. അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു പുലിനാട് വാഴുന്ന തമ്പുരാന്. പുലിനാട് വാഴുന്ന തമ്പുരാൻ അപ്പോൾ കൂടെയുണ്ട്, 10-20ഓളം നായന്മാർ കൂടെയുണ്ട്, പടക്കാർ, അവരൊക്കെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും കൂടി അങ്ങനെ പോവുകയാണ്. ഉടൻ തന്നെ തമ്പുരാൻ ചോദിച്ചു. തമ്പുരാൻ ആകെ കണ്ടപ്പോൾ കുങ്കിയമ്മയെ വളരെ ഇഷ്ടപ്പെട്ടു. കുഞ്ഞുമാധു ആണെങ്കിൽ ഗർഭിണിയായിട്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ചെയ്തു, കെക്കന്മല വാണ കുഞ്ഞിമാധുവിനോടായിട്ട് തമ്പുരാൻ ചോദിക്കുക. എന്താണ് ചോദിക്കുന്നത്? കെക്കന്മല വാണ കുങ്കിയമ്മയ്ക്ക്, നിങ്ങളുടെ അനുജത്തിയായ ഈ കൊക്കന്മലയിലെ കുങ്കിയമ്മയ്ക്ക് എണ്ണ തേപ്പാനാരാൻ കൊടുത്തിട്ടുണ്ടോ? വളരെ മര്യാദയായിട്ട് എണ്ണ തേക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ വിവാഹാലോചനയായി വന്നിട്ടുണ്ടോ എന്നുള്ള അർത്ഥം. ഊഴം പറഞ്ഞാരാൻ വന്നിട്ടുണ്ടോ? സംബന്ധത്തിന് വരാൻ, വിവാഹം ചെയ്യാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ ഉടൻ തന്നെ അതിന് മറുപടിയായിട്ട് കുഞ്ഞിമാധു എന്ത് പറഞ്ഞു? പുലിനാടു വാഴുന്ന തമ്പുരാനെ, കെക്കന്മല വാണ കുങ്കിയമ്മയ്ക്ക്, എൻ്റെ അനിയത്തിയായ ഈ കെക്കന്മലയിലെ കുങ്കിയമ്മയ്ക്കുണ്ടല്ലോ, ഇന്ന് വരെയായിട്ട് കുങ്കിയമ്മയ്ക്ക് എണ്ണ തേപ്പാനാരും കൊടുത്തിട്ടില്ല. വിവാഹാലോചനയായി വന്നിട്ട് ആരും എണ്ണ തേക്കാനുള്ള പണം കൊടുത്തിട്ടില്ല. ഊഴം പറഞ്ഞാരും വന്നിട്ടില്ല. ഊഴം പറഞ്ഞ് വിവാഹാലോചനയുമായിട്ടും ആരും വന്നിട്ടില്ല. ഉടൻ തന്നെ ഈ തമ്പുരാൻ അങ്ങോട്ട് പറഞ്ഞു, കൊക്കന്മല വാണ കുഞ്ഞിമാധു, കുങ്കമ്മേനെനിക്കു തരിക വേണം. ഈ കുങ്കമ്മ എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്ത് തരണം, എനിക്ക് തരണം. അത്തരം വാക്ക് കേട്ട നേരം എന്തു പറഞ്ഞു കുഞ്ഞിമാധു? എന്തു പറഞ്ഞു എന്ന് അവരെ
ആ വിവാഹാലോചന തുടരാനായിട്ട് കുഞ്ഞുമാത് പറഞ്ഞു കാര്യങ്ങൾ ഇവിടെയാണ്, പക്ഷേ എനിക്കിപ്പോൾ ഒരു സമാധാനം പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആങ്ങളമാരായിട്ട് 12 പേരുണ്ട്, കെക്കൻമലയിലെ നായന്മാരെന്ന് പറഞ്ഞാൽ. അവരെല്ലാം പുറത്ത് വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജാവിൻ്റെ സഹായത്തിന് വേണ്ടി അംഗം നയിച്ച് പോയിരിക്കുകയാണ്. അവർ വരുമ്പോൾ വിവരം പറയാം, അവർ വന്നു കഴിഞ്ഞിട്ട് വിവരം പിന്നെ അന്വേഷിക്കൂ, അവരാണ് ഇതിന് കാര്യം പറയുക എന്ന് പറഞ്ഞ് വളരെ സൗഹൃദത്തിൽ പോവുകയും ചെയ്തു. പുലിനാട്ട് വാഴുന്ന തമ്പുരാൻ തൻ്റെ പരിവാരങ്ങളുമൊത്ത് പുലിനാട്ട് കോട്ടയിലേക്കും പോയി. കെക്കൻമലയിൽ വാഴുന്ന കുഞ്ഞുമാധുവും കുങ്കിയമ്മയും അവരുടെ കോട്ടയിലേക്കും പോയി. അങ്ങനെ കോട്ടയിൽ വളരെ സൗഹൃദമായിട്ട് അങ്ങും ഇങ്ങും പിരിഞ്ഞു. ഇനി നമുക്ക് നോക്കാം നാളെ ഈ വിവാഹാലോചന എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നാളെ നോക്കാം. ഇന്ന് ഈ കഥയുടെ 1-ാം ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.